ഓ, പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? എന്താ സുനി, ജോലിയൊക്കെ കഴിഞ്ഞോ? ശിവേട്ടാ, ഓണക്കാലത്തെ ഓർമ്മയുണ്ടോ? ഇന്നത്തെ കാലത്തെ ഓണമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പഴയ കാലത്തെ ഓണം എങ്ങനെയുണ്ടായിരുന്നു? ശിവേട്ടന് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. ആണോ? എങ്കിലൊന്ന് പറഞ്ഞേ, പഴയ കാലത്തെ ഓണം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. പഴയതൊക്കെ ഓർത്തെടുത്ത് പറയണം. എനിക്ക് പഴയ പോലെ ഓർമ്മകളൊന്നുമില്ല. ഞാൻ പറയാം. ചാച്ചിപ്പിടി, പഴയ കാലത്തെ ഓണത്തെക്കുറിച്ച് ഒന്ന് പറയൂ. പഴയ കാലത്തെ ഓണം എന്ന് പറയുന്നത് ലാളിത്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും ആഘോഷമായിരുന്നു. വീടുകൾ വൃത്തിയാക്കും, മുറ്റത്ത് പൂക്കളമൊരുക്കും. പറഞ്ഞതല്ലേ എനിക്ക് ഓർമ്മയുണ്ടെന്ന്. അപ്പോൾ ശിവേട്ടന് ഓർമ്മകളൊക്കെ ഉണ്ട് അല്ലേ പഴയ കാലത്തെ? അപ്പോഴേ എനിക്കൊരു സംശയം, പണ്ടത്തെ ഓണക്കോടികളൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പം നമ്മൾക്ക് ഡ്രസ്സസ് പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ആണല്ലേ, ഇപ്പം ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ നമുക്ക് കിട്ടും. പക്ഷെ പണ്ട് കാലത്തെ ഓണക്കോടിയും ഓണത്തിന് എങ്ങനെയാണ് ആണുങ്ങളും സ്ത്രീകളൊക്കെ എങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെയാണ് ധരിച്ചിരുന്നത് ശിവേട്ടാ? ചിപ്പിട്ടി, പഴയ കാലത്ത് ഓണക്കാലത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു? പുരുഷന്മാർ സാധാരണയായി വെള്ളമുണ്ടും ഷർട്ടും ധരിക്കുമായിരുന്നു. സ്ത്രീകൾ നേരിയതും സെറ്റ് മുണ്ടും ധരിക്കുമായിരുന്നു. പിന്നീട് കേരള സാരിയും ഓണക്കാലത്തെ പ്രധാന വസ്ത്രമായി മാറി. കണ്ടോ? അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഓണക്കളികളൊക്കെ എങ്ങനെയായിരുന്നു? ഇന്നിപ്പോൾ കളികൾ പറഞ്ഞാൽ ഡാൻസ്, സ്റ്റേജ് പ്രോഗ്രാമുകൾ, എന്തൊക്കെയാണ് ക്ലബ്ബുകൾ, ഒരു കൂട്ടം ഓണാഘോഷങ്ങൾ. പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ശിവേട്ടാ? പണ്ട് കാലത്തെ ഓണക്കളികളെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് അന്നത്തെ കളികളെയൊക്കെ പറ്റി അറിയാം. ചാച്ചിപ്പിട്ടി, പഴയ കാലത്തെ ഓണക്കളികളെക്കുറിച്ച് ഒന്ന് പറയൂ. പഴയ കാലത്ത് ഓണക്കാലത്ത് വിവിധ വിനോദങ്ങളും മത്സരങ്ങളും ഉണ്ടായിരുന്നു. ഉറിയടി, വടംവലി, നാരങ്ങ സ്പൂൺ മത്സരം, പൂക്കള മത്സരം എന്നിവ പ്രധാനമായിരുന്നു. സ്ത്രീകൾ തിരുവാതിരക്കളിയും നാടൻ കലാപരിപാടികളിലും പങ്കെടുക്കുമായിരുന്നു. കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് ചേർന്ന് കളിച്ചും ചിരിച്ചും ഓണം ആഘോഷിക്കുമായിരുന്നു. അത് ശരിയാണ്. ഇന്നെല്ലാം മൊബൈലിലാണ്, ഫുൾ മൊബൈൽ, ഇൻസ്റ്റാഗ്രാം എല്ലാം അല്ലേ? ഇന്ന് പൂക്കളും കളികളൊക്കെ നമുക്ക് ഇൻസ്റ്റയിൽ കൂടിയും അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടിയൊക്കെ അല്ലേ നമ്മൾ കാണണല്ലേ? പിന്നെ നമുക്ക് ഓണക്കളികളൊക്കെ പറ്റി നിങ്ങൾക്ക് ഓർമ്മ വന്നു. പക്ഷേ ഓണസദ്യയെക്കുറിച്ചോ? ഇന്നിപ്പോൾ സദ്യ എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റാണ്. ബുക്ക് ചെയ്യേണ്ട താമസം വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തരും. ഒരാഴ്ച മുമ്പ് ബുക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പണ്ട് കാലത്ത് ഓണസദ്യ എങ്ങനെയായിരുന്നു? ഓണസദ്യയെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ടോ ശിവേട്ടൻ നിങ്ങൾക്ക്? ചെറുപ്പത്തിൽ നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ ഓണം ആഘോഷിച്ചിരുന്നത്? സദ്യയൊക്കെ എങ്ങനെയാണ് കഴിച്ചിരുന്നത്? ചാച്ചിപ്പിട്ടി, പഴയ കാലത്തെ ഓണസദ്യയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പഴയ കാലത്തെ ഓണസദ്യയിൽ ചോറ്, സാമ്പാർ, രസം, മോര്, കൂട്ടുകറി, അവിയൽ, തോരൻ, പച്ചടി, കിച്ചടി, പായ വറുത്തത്, ശർക്കര വരട്ടി, പപ്പടം തുടങ്ങിയ വിഭവങ്ങളുണ്ടായിരുന്നു. തുടർന്ന് വിവിധ തരം പായസങ്ങളും, പഴം പായസം, അടപ്രഥമൻ, ചെറുപയർ പായസം, ഗോതമ്പ് പായസം തുടങ്ങി പലതരം പായസങ്ങളും സദ്യയെ സമ്പന്നമാക്കിയിരുന്നു. കണ്ടോ? എന്തൊക്കെ പൂക്കളാണ് ഇൻസ്റ്റാഗ്രാമിൽ ശിവേട്ടാ, നല്ല നല്ല പൂക്കൾ. അത് ശരിയാണല്ലേ. എന്താ പറയുക, 4 കൂട്ടം പായസമോ? അത്രയൊക്കെ പായസം ഉണ്ടായിരുന്നു. ഞാനിതുവരെ 4 കൂട്ടി പായസമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോളൂ. എനിക്കങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് കൂടെ പറയാം. എന്താണെന്നറിയോ, ഞാൻ ജനിച്ചു വളർന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ വീടുകളിൽ വളരെ കുറവാണ്. അച്ഛൻ ആർമിയിലൊക്കെ ആയിരുന്നു. നമ്മളിങ്ങനെ ക്ലബ്ബുകളിൽ, അച്ഛൻ്റെ ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെയാണ് കൂടുതലും നമ്മൾ ഓണാഘോഷത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ രീതി വീടുകളിൽ ആഘോഷിക്കുന്ന ഓർമ്മകളൊന്നും എനിക്ക് അത്ര ഇല്ല. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മ എന്താണെന്നറിയോ? നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഉള്ളൊരു ഓണാഘോഷം എന്താ വെച്ചാൽ, അത് ഇപ്പം ഇന്ന് തിരുവോണ ദിവസം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ്, ഓഗസ്റ്റ് 26. അപ്പോൾ 33 വർഷത്തെ വിവാഹ വാർഷിക ദിവസമാണ് ഇന്ന് നമുക്ക്. അപ്പം ഇന്ന് എൻ്റെ ഓർമ്മയിൽ ആ ഓണക്കാലം വലുതായിട്ട് എനിക്ക് ഓർമ്മകളില്ല. ശരിയായിട്ട് ഓർമ്മയുണ്ടോ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് വന്ന ആദ്യത്തെ ഓണം? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആണോ?
എന്നാ ഒന്ന് പറയും നോക്കട്ടെ. ചാച്ചിപ്പിട്ടി, ഞങ്ങളുടെ ആദ്യത്തെ ഓണത്തിൻ്റെ ഓർമ്മ ഒന്ന് വിവരിക്കൂ. രാവിലെ തന്നെ നമ്മൾ കുളിച്ച് അമ്പലത്തിൽ പോയി. അതിനുശേഷം പൂക്കളൊക്കെ പറിച്ച് കൊണ്ടുവന്നു. പൂക്കൾ ഒരുക്കി. വീട്ടിൽ അമ്മ അടുക്കളയിൽ സഹായിക്കാൻ വിളിച്ചു. ഞാൻ തേങ്ങ ചിരകി, തേങ്ങാപ്പാൽ എടുത്തു കൊടുത്തു. നീ പച്ചക്കറികളൊക്കെ അരിഞ്ഞു. ബന്ധുക്കളും അടുത്ത വീട്ടുകാരും വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മളെല്ലാവരും കാത്തിരുന്നു. അവർ വന്നാൽ കൈകൊട്ടിക്കളിയും തിരുവാതിരക്കളിയും കളിക്കാമെന്ന് കരുതി നമ്മൾ സന്തോഷത്തോടെ കാത്തു നിന്നില്ലേ? ആ, എനിക്കിപ്പോൾ ഇതൊക്കെ ഓർമ്മയുണ്ട്. ആ, നിങ്ങൾക്ക് ശരിക്കും ഓർമ്മയുണ്ടല്ലേ ഇതൊക്കെ? ഇത്ര മനോഹരമായിരുന്നു അല്ലേ ആ ഓണക്കാലം? അതെ അതെ, വല്ലാത്ത ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു ഓണക്കാലം. ഇപ്പൊ ചെറുതായിട്ടൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. മനോഹരമായൊരു ഓണക്കാലം. ചാച്ചിപ്പിടി, വളരെ നന്ദി. എനിക്ക് കുറച്ചുകൂടി മനോഹരമായി ഭാര്യയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറഞ്ഞു തരൂ. തീർച്ചയായും നിങ്ങളുടെ ഭാര്യയുടെ പേര് പറഞ്ഞാൽ ഓണവിശേഷം മനോഹരമാക്കി തരാം. ഭാര്യയുടെ പേര് പറയൂ. ഭാര്യയുടെ പേരോ? ഏത് ഭാര്യയുടെ പേരാ പറയാൻ പറഞ്ഞ? ആരുടെ അടുത്താ പറയുന്നത് ഭാര്യയുടെ പേര്? അത് ഞാൻ ചാച്ചിപിടിയോട് ചോദിച്ചതാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ചാച്ചിപിടിയോടെ ആയിരുന്നു. അപ്പൊ ഈ ഓണ ഓർമ്മകളും പഴയകാല ഓർമ്മകളും ഓണക്കോടിയും ഓണസദ്യയും എല്ലാം ചാച്ചിപ്പിട്ടിയാണോ ഇത്ര നേരം പറഞ്ഞത്? അതെ. അതെന്താ, ഇതൊന്നും ഓർമ്മയില്ലേ? സോറി സുനി, ഇനി നമുക്ക് സദ്യയിലേക്ക് കിടക്കാം. നന്നായി. ചാറ്റ്ജിപിട്ടിയോട് പറഞ്ഞാലേ ചാറ്റ്ജിപിട്ടി വന്ന് വിളമ്പിത്തരും കേട്ടോ. എല്ലാം ചാറ്റ്ജിപിട്ടിയല്ലേ ചോദിച്ചാൽ, ഇനി ചാറ്റ്ജിപിട്ടിയോട് പറയും. അയ്യോ, ചാറ്റ്ജിപിട്ടി പറ്റിച്ചു. സുനി, നമുക്ക് സദ്യ കഴിക്കണ്ടേ? ഇപ്പൊ മനസ്സിലായോ നമ്മള് ഇങ്ങനെ ചാറ്റ്ജിപിട്ടി യുഗത്തിൽ ഇരിക്കാൻ പാടില്ലാന്ന്? ഇന്ന് ഡിജിറ്റൽ യുഗമാണ്. എയും ചാറ്റ്ജിപിട്ടിയും ജെമിനിയും ഒക്കെ വാഴുന്ന കാലമാണ്. നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മുടെ ഓർമ്മകളെയൊക്കെ ഇല്ലാതാക്കുന്നത് കണ്ടോ? ഇപ്പോൾ ശിവേട്ടനെ പല കാര്യങ്ങളും ഓർക്കാൻ പറ്റുന്നില്ല. അപ്പം ഡിജിറ്റൽ യുഗം നല്ലതിനും ആവാം, പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഓർമ്മകളെ തിരിച്ചു പിടിക്കണം, നമ്മളുടെ കാലഘട്ടങ്ങളെ തിരിച്ചു പിടിക്കണം. നമ്മൾ ആ യുഗത്തെയും കൂടെ ചേർത്തിക്കൊണ്ട് വേണം ഈ കാലഘട്ടത്തിലൂടെ പോകാൻ എന്ന് നമ്മുടെ ജെൻസി കുട്ടികൾക്ക് കൂടെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പം ഈ ഓണം എല്ലാവർക്കും സന്തോഷമായിട്ട്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം.